ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പം തെങ്കാശിയിലാണുള്ളത്. പൊങ്കൽ ആഘോഷിക്കാനായിട്ട് വന്നതാണ്. പൊങ്കലിനായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ തെങ്കാശിയിലുള്ള രാമചന്ദ്രനിൽ പോയി എല്ലാം മേടിച്ചു. എല്ലാം മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ചെറിയ മഴത്തൂറ്റലുണ്ട്. നാളെ പൊങ്കൽ ദിവസമാണ്. അതുകൊണ്ട് നാളെ നേരത്തെ എണീക്കണം രാവിലെ. അപ്പോൾ ബാക്കി നമുക്ക് നാളത്തെ വിശേഷം നോക്കാം. രാവിലെ 4 മണിക്ക് എണീക്കണമെന്നാണ് വിചാരിച്ചത്. എണീറ്റപ്പം 5 മണി ആവാറായി. പുറത്തോട്ട് വന്നപ്പോൾ അമ്മ കോലം ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ரெட் இல்லைண்ணா, ரெட் வாங்கல. அன்னைக்கு நான் வாங்கினது, இப்போ வாங்கல. அதுவும் அதில் ரெட் இல்லை. സമയം 6 മണിയാവാൻ പോണ്. അമ്മ സ്റ്റെപ്പിലൊക്കെ കോലം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് കോലമൊക്കെ ഇട്ടു. ഇനി അകത്തും കൂടെ മുറ്റത്തൊരു കോലം ഇടണം. അവിടെയാണ് പൊങ്കാല ഇടുന്നത്. ചേട്ടൻ ഇവിടെ തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് അകത്ത് കോലം ഇടാൻ പോവുകയാണ്. പുറത്തെ കോലം കാണിച്ചത് ഈ വർഷത്തെ കോലം. പിന്നെ അകത്ത് കോലം ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പൊങ്കാലയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. സൂര്യൻ ഉദിച്ചു വരുമ്പം പൊങ്കാല പൊങ്ങണമെന്നാണ്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഇത് കഴിഞ്ഞിട്ട്. പനങ്കിഴങ്ങ്, ആ പനങ്കിഴങ്ങ് വയ്ക്കൂലേ? ലൈറ്റ് പോയി, പോസ്റ്റ്. പക്ഷെ ഇരുണ്ട് കിടക്കും. 6 മണി ആവാൻ പോണു. അമ്മയ്ക്കൊക്കെ കോലം ഇട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പെട്ടെന്ന് കോലം ഇടും. അപ്പുറത്തെ വീട്ടിലെ മാമിയും നന്നായിട്ട് കോലം ഇട്ടിട്ടുണ്ട്. അതുകൂടി കാണിച്ചു തരാം.
അങ്ങനെ അകത്തെ കോലവും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് കരിമ്പ് കെട്ടണം. കരിമ്പ് മാത്രമല്ല, കരിമ്പിൻ്റെ കൂട്ടത്തിൽ മഞ്ഞക്കൊലയും പിന്നെ പൊങ്കൽ പൂ അതും കൂടെ വച്ചിട്ടാണ് കെട്ടുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ റെഡിയാവാനായിട്ട് പോയി. സമയം ലേറ്റായി. 7 മണിക്ക് മുന്നേ പൊങ്കാലയിട്ട് ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ തന്നെ 6:15 ആയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും റെഡിയാവാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്കു ഇതുവരെ എണീറ്റിട്ടില്ല. ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് വേണം അവനെ എണീപ്പിച്ച് റെഡിയാക്കാനായിട്ട്. എല്ലാം കഴിഞ്ഞ് പിന്നെ റെഡിയാവാനായിട്ട് വന്നപ്പം പിന്നെ ചായ എല്ലാവർക്കും ഇടാമെന്ന് വെച്ചു. അമ്മ റെഡിയായി വന്നു. പിന്നെ പൊങ്കാലയ്ക്കായിട്ടുള്ള എല്ലാം അമ്മ റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. കോലത്തിൻ്റെ മുകളിൽ ഇലയിലാണ് വിളക്കും പിന്നെ എല്ലാ മലക്കറിയും കൂടെ വയ്ക്കും. ഇപ്പുറത്ത് പൊങ്കാലയും ഇടും. അങ്ങനെ ഫസ്റ്റ് വിളക്ക് കത്തിച്ചു. പിന്നെ നേരെ പൊങ്കാലയിട്ട് തുടങ്ങി. വെള്ളം തിളച്ചു തുടങ്ങിയപ്പം ചേട്ടനെത്തി. പിന്നെ ഞാനും ചേട്ടനും കൂടെ അരി ഇട്ടു. ഇവിടെ ഇഡ്ഡലി വെക്കണം അല്ലേ? പൊങ്കലാണോ? അപ്പൊ മാവ് എന്തിന്? ഇതിലെന്തൊക്കെയാ അമ്മ? പൊങ്കലയും ചെറുപയറും. ഞങ്ങൾ പുറത്ത് ശർക്കര പൊങ്കലാണ് വെച്ചത്. അകത്ത് ഞങ്ങൾ സാദാ പൊങ്കലും വയ്ക്കുന്നുണ്ട് രാവിലെ കഴിക്കാനായിട്ട്. അവരിപ്പോ 2-3 വർഷം കൊണ്ട് ചോറ് വെള്ളച്ചോറ് വെള്ളം ചൂടാക്കാൻ വെച്ച തിളച്ചിട്ട് ഇടുവല്ലേ അരി. നെയ്യ് കുറച്ച് അരിയിലെടുത്ത് കട്ടയായ ബാക്കി പിന്നീട് വേവിച്ചിട്ട് ഇത് ചുമ്മാ ഇപ്പോൾ വേവിച്ചിട്ട് ഇതിനെ കൊണ്ട് അവിടെ കൊണ്ട് വെച്ച് രണ്ടും കൂടെ വെള്ളം മതിയോ? ഒരു ഗ്ലാസ് തന്നെ ഇട്ടേ, ഒരുപാട് ഇട്ടില്ല. എത്ര ഗ്ലാസ് വെള്ളം? ഇത് 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് പരിപ്പ്. വെള്ളം ഒരു 5-5 കപ്പ് വെച്ചു. നല്ല കുഴക്കണം. ഇത് അരി എത്ര ഇട്ട? 1 ഗ്ലാസ് അരി 1/4 ഗ്ലാസ്സിനും കുറച്ച് കൂടും. 1/2 ഗ്ലാസ് ഉഴുന്നല്ലേ? ഉഴുന്നല്ല, ഉഴുന്നല്ല പരിപ്പ്. പയറിൻ്റെ ആ ചെറുപരിപ്പ്.
ഇളക്കി വടച്ച് വെക്കാം. എങ്കിലും പോകുന്നു. പുതിയ കുക്കറാണ് ആദ്യം ചെറിയ കുക്കർ ഇതുവരെ എടുത്തില്ല. അത് ചെറിയ കുക്കർ വേറെ പിന്നെ അകത്ത് സാദാ പൊങ്കലും വച്ചു, പിന്നെ അതിൻ്റെ കൂടെ ഇഡ്ഡലി അവിക്കുന്നുണ്ട്. പുറത്ത് വിളക്കിൻ്റെ മുന്നിൽ വെച്ച് മലക്കറി വെച്ചിട്ടാണ് സാമ്പാർ വയ്ക്കുന്നത്. പൊങ്കലിന് അരിയൊക്കെ ഇട്ടിട്ടാണ് അങ്കൂനെ റെഡിയാക്കാനായിട്ട് പോയി. നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ വിളിച്ചുണർത്തിയാണ് എടുത്ത് പിന്നെ റെഡിയാക്കിയിട്ട് അവനെ വെച്ചിട്ട് അകത്ത് വിളക്ക് കത്തിച്ചിട്ട് നേരെ പൊങ്കാല ഇടുന്നിടത്ത് കൊണ്ടുവന്നു. പിന്നെ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ കോലമൊക്കെ കാണാനായിട്ട് പോയി. എല്ലായിടത്തും നല്ല വലുതായിട്ട് നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നു. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ പൊങ്കൽ ഡേ. അപ്പോൾ അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. ബായ്.